ഹേ ഗൈസ്, അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന വേറെ ഒന്നുമല്ല, സിമ്പിൾ ആൻഡ് ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി, അത് വീഡിയോ എടുക്കാൻ ക്യാമറ ഓൺ ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതിലേക്ക് എണ്ണ ചൂടായതിനു ശേഷം ഉള്ളി, ക്യാരറ്റ്, ക്യാബേജ് ഇട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 4 മുട്ടയാണ് എടുത്തത്. 4 മുട്ട പൊട്ടിച്ച് വയ്ക്കണം ഗൈസ്. ആ സ്കില്ല് കണ്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. 4 മുട്ട ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് സോയാ സോസ്, അളവൊന്നും എനിക്കറിയില്ല, എൻ്റെ ഒരു ഏകദേശം അളവിനായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മുളക് പൊടി, ഇത് കാശ്മീരി അല്ല, മറ്റേ ഈസ്റ്റേൺ മുളക് പൊടി അതായിരുന്നു, അത് ഓർമ്മയില്ല. പിന്നെ ഗരം മസാല ഇടണം ഗൈസ്, നമുക്കിഷ്ടമുള്ള എത്രയാണ് അത്ര. പിന്നെ സോൾട്ട് ടേസ്റ്റിനനുസരിച്ച്. പിന്നെ അത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് സൂപ്പറാക്കിയതിന് ശേഷം നല്ലോണം എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. അതും എന്നിട്ട് നല്ലോണം ഫുൾ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം ഗൈസ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് റൈസ്, ഇത് ഞാൻ ബുള്ളറ്റ് റൈസാണ് യൂസ് ചെയ്തത്. അപ്പോൾ ബുള്ളറ്റ് റൈസ് ഓർ എനി അതർ പച്ച റൈസ് ഇടുക, പച്ചരി ഇടുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തങ്ങ് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മൾ ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡിയാണ് ഗൈസ്. ട്രൈ ചെയ്ത് നോക്കൂ.